നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് ഒരു നല്ല ചമ്മന്തിയാണ് കേട്ടോ. ഇത് ദോശയുടെയും ഇഡലിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഒരു പാൻ ആദ്യം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ്. ഇനി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അല്പം ഉലുവ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്കൊരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായി എരിഞ്ഞത് കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്ന് ഈ ഒരു സ്റ്റേജ് ആകണേ. ആ ഒരു സമയമാകുമ്പോൾ അതിലേക്ക് നമുക്ക് സാധാരണ നമ്മൾ മിക്സറിലൊക്കെ ഇടുന്ന പരിപ്പില്ലേ, അത് 1 ടീസ്പൂൺ പരിപ്പ് കൂടി ഇടണം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ആറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിനായി നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് താളിച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരല്പം വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ഒരല്പം വറ്റൽമുളക് എന്നിവ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ അരപ്പ്, അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. സ്വാദിഷ്ടമായ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.